എൻ്റെ കേരളീയ പ്രേക്ഷകരെ, പാപ്പരാസി പത്രപ്രവർത്തനം ഈ കേരളത്തിലെ മീഡിയ തുടങ്ങിയിട്ട് വർഷം 60ആയി. PT ചാക്കോയുടെ പെണ്ണുപിടുത്തമെന്നും പറഞ്ഞുകൊണ്ട് പത്മജാമേനോൻ്റെ പേരിൽ അന്ന് തുടങ്ങിയ ഈ ഞരമ്പ് രോഗം ഇന്ന് മാവും കൂട്ടത്തിലോ പ്ലാവും കൂട്ടത്തിലോ വന്ന് നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത്ര സെക്ഷൻ്റെ കാര്യത്തിൽ അധപ്പതിച്ചവരാണോ മലയാളികൾ? ഇതാണോ നമുക്ക് വേണ്ടത്? ഈ രാജ്യത്ത് 3.5 കോടി ജനങ്ങൾക്ക് നീറുന്ന വളരെയേറെ പ്രശ്നങ്ങളുണ്ട്. പ്രായോഗികമായിട്ട് അതിന് മറുപടി തേടേണ്ട സമയം. ഇപ്പം SIR എന്നും പറഞ്ഞുകൊണ്ട് വോട്ട് ലിസ്റ്റിൽ ഇവിടെ ജനിച്ചു വളർന്നവർക്ക് വോട്ടില്ലാണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ്. ഓർഗനൈസ്ഡ് ക്രിമിനൽസ് നമ്മുടെ വോട്ട് തട്ടിയെടുക്കാൻ വരുന്നു. ഇതിനൊക്കെ ഉപരിയായി ഇവിടെ കുടിവെള്ളം, നല്ല വെള്ളം കിട്ടാനില്ല, ഫോർട്ടിഫൈഡ് റൈസ്, അങ്ങനെ മനുഷ്യനെ മൊത്തത്തിൽ ഭ്രാന്തിലേക്ക് നീക്കുന്ന ഈ സമയത്ത് ഈ വിധ കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ നികുതി ഭാരമാണെങ്കിൽ 100 രൂപ ഉണ്ടായിരുന്ന നികുതി ഇന്ന് 1000 ആക്കി. എന്നിട്ട് സർവരെയും വഞ്ചിക്കുന്ന തൊഴിലാളി പ്രസ്ഥാനം, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു തൊഴിലാളിക്ക് പോലും ജോലി കൊടുത്തിട്ടില്ലാത്ത കാറൽ മാക്സ്, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പാവപ്പെട്ട കുറേ സ്ത്രീകളെ ഹരിതകർമ്മസേന എന്നും പറഞ്ഞുകൊണ്ട് റോഡിൽ ഇറക്കി വിട്ടിട്ട് അവരെ കൊണ്ട് ഗുണ്ടാപ്പിരിവ് നടത്തുകയാണ്. എന്നിട്ട് അതിൻ്റെ ഉച്ഛിഷ്ടം പോലും വാങ്ങിയെടുക്കുന്ന ഒരു സർക്കാർ ഉപജീവനത്തിന് മാർഗമില്ലാത്തവരിൽ നിന്നും ചൂഷണം ചെയ്യുന്നു. 7000 രൂപയാണ് ഒരു പഞ്ചായത്ത് മെമ്പർക്ക് കൊടുക്കുന്നത്. ഇന്നൊരു പഞ്ചായത്ത് മെമ്പർ ആവണമെങ്കിൽ 25 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതൊരു കൃഷിയാണോ, വ്യാപാരമാണോ, വ്യവസായമാണോ? ഈ വിധ ജനാധിപത്യത്തിനാണോ നാം ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ പൂർവികരിൽ നിന്നും ഇത് വാങ്ങിയെടുത്തത്? നിങ്ങൾ ചിന്തിക്കൂ, ഡിസ്കാർഡ് ചെയ്യൂ. ഇങ്ങനെയുള്ള പത്രപ്രവർത്തകരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങളുടെ ഞരമ്പ് രോഗം നിങ്ങളുടെ ബാത്റൂമിലോ നിങ്ങളുടെ ബെഡ്റൂമിൽ മാത്രമോ നിർത്തുക. ഈ ഒരു മീഡിയയിൽ നിന്നും നിങ്ങൾ ഈ വിധ ന്യൂസിന് എൻ്റർടൈൻമെൻറ്റ് കൊടുക്കരുത്. നന്ദി, നമസ്കാരം. നൈസ് ആക്ഷൻ മീഡിയയ്ക്ക് വേണ്ടി തമ്പി നാഗാർജുന നിങ്ങളോടൊപ്പം. വീണ്ടും കാണുന്നവർ. ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.